ഹൃദ്യം മലയാളത്തിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ നമ്മുടെ UGC നെറ്റ് പരീക്ഷയ്ക്ക് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസം പോലും ഇല്ല അല്ലേ? അപ്പൊ പിന്നെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പിന്നെയാണ്. ആദ്യം പഠനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് മലയാള ചെറുകഥയെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മലയാളത്തിലെ ഗദ്യ സാഹിത്യത്തിലെ പ്രധാന ശാഖയായ മലയാളത്തിലെ ചെറുകഥകളെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യകാല ചെറുകഥകൾ മുതൽ നമ്മൾ തുടങ്ങി. നമ്മൾ തകഴിയും കേശവദേവും പൊൻകുന്നം വർക്കിയും ഒക്കെ പിന്നിട്ട് നമ്മളിപ്പോ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു? ഇന്ന് നമ്മൾ ബഷീറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റിയാണ് അല്ലേ? മറ്റെല്ലാ സാഹിത്യകാരന്മാരും പുതിയ ഭാഷയും പുതിയ ശൈലിയും തേടിപ്പോയപ്പോൾ ബഷീർ എന്താണോ എഴുതിയത് അത് ഭാഷയായി. ബഷീർ എന്താണോ പറഞ്ഞത് അത് കഥയായി. അങ്ങനെ ഒരു കഥാകാരനാണ് ബഷീർ. മലയാള സാഹിത്യത്തിലെ ഒരു പ്രതിഭാസമായിരുന്നു അല്ലേ ബഷീർ? അതുപോലെ തന്നെ നമ്മുടെ മത്സര പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാനാകാത്ത ഒരു ചോദ്യമാണ് ബഷീർ. ഏതെങ്കിലും ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ കഥകളെ പറ്റിയോ അദ്ദേഹത്തിന്റെ നോവലുകളെ പറ്റിയോ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ പറ്റിയോ വരാറുണ്ട്. അത് ഒരുപക്ഷെ എളുപ്പമുള്ള ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്, ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ ചില കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളായും ബഷീറിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കുന്നില്ല, നമ്മൾ ബഷീറിനെ പറ്റി പഠിക്കാൻ തുടങ്ങുകയാണ്. വേറൊരാളിനെ അനുകരിക്കാൻ കഴിയാത്ത നർമ്മരസം തുളുമ്പി നിൽക്കുന്ന അതിചടുലമായ ശൈലിയുടെ ഉടമയാണ് ബഷീർ. വേറൊരാളിനെ അനുകരിക്കാൻ കഴിയാത്ത നർമ്മരസം തുളുമ്പി നിൽക്കുന്ന അതിചടുലമായ ശൈലിയുടെ ഉടമയാണ് ബഷീർ. ബഷീറിന്റെ അനുഭവ സമ്പന്നതയും ജീവിത നിരീക്ഷണ പാടവവും ഈ ശൈലി വിശേഷണവുമായി ഒത്തുചേർന്നപ്പോൾ അദ്ദേഹം മലയാള സാഹിത്യത്തിലെ തനിമയുള്ള എഴുത്തുകാരനായി ഉയർന്നു. മലയാള സാഹിത്യം കാലഘട്ടങ്ങളിലൂടെ എന്ന പുസ്തകത്തിൽ എരുമേലി അദ്ദേഹത്തെ പറ്റി പറയുന്നതാണിത്. വേറൊരാളിനെ അനുകരിക്കാൻ കഴിയാത്ത നർമ്മരസം, ബഷീറിന്റെ നർമ്മരസം അത് അനുകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. നർമ്മത്തിന് വേണ്ടി ബഷീർ ഒന്നും തന്റെ കഥകളിൽ ചേർക്കാറില്ല. തന്റെ ചുറ്റിലുള്ള മനുഷ്യര് മാത്രമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ നല്ലതും ചീത്തയുമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുള്ള ജീവിതവും മാത്രമാണ് അദ്ദേഹം തന്റെ കഥകളിൽ അധികവും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കേണ്ടത് പ്രധാനമായും അദ്ദേഹത്തിന്റെ കഥകളെ പറ്റിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ കഥ എന്റെ തങ്കമാണ്. അദ്ദേഹത്തിന്റെ ആദ്യ കഥ എന്റെ തങ്കമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം അല്ലെ? പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച എന്റെ തങ്കമാണ് അദ്ദേഹത്തിന്റെ ആദ്യമായി പ്രസിദ്ധീകരിച്ച കഥ. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങളൂടെ നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ തന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന കഥാകൃത്താണ്. തന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന കഥാകൃത്താണ് ബഷീർ എന്നാണ് എരുമേലി പറയുന്നത്. ഓർമ്മക്കുറിപ്പ്, പാവപ്പെട്ടവരുടെ വേശ്യ, വിശപ്പ്, വിഡ്ഢികളുടെ സ്വർഗം, വിശ്വവിഖ്യാതമായ മൂക്ക്, അനർഘ നിമിഷം, ചിരിക്കുന്ന മരപ്പാവ തുടങ്ങിയവ ബഷീറിന്റെ പ്രധാന കഥാസമാഹാരങ്ങളാണ്. ബഷീർ അന്തരിച്ചതിന് ശേഷം പ്രസിദ്ധീകരിച്ച കൃതിയാണ് യാ ഇലാഹി. ബഷീറിന്റെ കൃതികളിൽ യാ ഇലാഹിക്ക് മാത്രമുള്ള പ്രത്യേകത എന്താണ്? ബഷീറിന്റെ കൃതികളിൽ യാ ഇലാഹിക്ക് മാത്രമുള്ള പ്രത്യേകത എന്താണ്? അത് അദ്ദേഹത്തിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച കൃതിയാണ്. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച കൃതിയാണ് യാ ഇലാഹി. കഥ, കവിത, ലേഖനം തുടങ്ങിയവയുടെ സങ്കലനമാണ് ഈ കൃതി യാ ഇലാഹി. നിങ്ങൾ ഓർത്തുവെക്കുക. ബഷീറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും പഠിച്ചു വെക്കേണ്ട അദ്ദേഹത്തിന്റെ കൃതികളുണ്ട്, അദ്ദേഹത്തിന്റെ നോവലുകളൊക്കെ ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തെ കുറിച്ച് വന്ന പഠനങ്ങൾ. ബഷീറിനെ കുറിച്ച് വന്ന പഠനങ്ങൾ ഒരുപാട് മത്സര പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ബഷീറിന്റെ കൃതികളും ബഷീറിന്റെ കഥാപാത്രങ്ങളും ഒക്കെ ചോദിക്കുന്നത് പോലെ പ്രധാനമായിട്ടുള്ളതാണ് ബഷീറിനെ പറ്റി ഉണ്ടായ പഠനങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നിങ്ങളെല്ലാം തന്നെ ഇത് കൃത്യമായി പഠിച്ചു വെക്കണം. കാരണം ഒരുപാട് പഠനങ്ങൾ ബഷീറിനെ പറ്റി വന്നിട്ടുണ്ട്. അതില് ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ. പ്രൊഫസർ MK സാനുവിന്റെ പഠനമാണ് ബഷീറിനെ പറ്റിയുള്ള പ്രൊഫസർ MK സാനുവിന്റെ പഠനമാണ് ഏകാന്ത വീതിയിലെ അവധൂതൻ. അത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ബഷീറിനെ പറ്റി MN വിജയൻ ബഷീർ എന്ന പേരിൽ തന്നെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ബഷീർ എന്ന പേരിൽ തന്നെ MN വിജയൻ ബഷീറിനെ പറ്റിയുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോ രണ്ടെണ്ണം ആയല്ലേ ഇപ്പോ? ബഷീറിനെ പറ്റിയുള്ള അടുത്ത പഠനമാണ് മരുഭൂമികൾ പൂക്കുമ്പോൾ. മരുഭൂമികൾ പൂക്കുമ്പോൾ MN വിജയൻ എഴുതിയ ബഷീറിനെ പറ്റിയുള്ള പഠനം. കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിപ്പുറം വന്ന ഒരു കോളേജ് ലെക്ചർ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ് MN വിജയന്റെ മരുഭൂമികൾ പൂക്കുമ്പോൾ ആരെ പറ്റിയുള്ള പഠനമാണ്? ബഷീറിനെ പറ്റിയുള്ള പഠനമാണ്.
ബഷീറിലെ സൂഫിയെയും സാഹസികനെയും അരൂപങ്ങളുടെ സംവേദനങ്ങൾ കൊണ്ട് ഭ്രാന്തു പിടിച്ച അദൃശ്യനായ കവിയെയും വീടിനുള്ളിൽ തന്നെ രാഷ്ട്രീയ വ്യവഹാരങ്ങളുടെ സൂക്ഷ്മരൂപങ്ങൾ ദർശിച്ച ചിന്തകനെയും തന്റെ വിശകലന പാടവത്തിലൂടെ നമുക്ക് നേരെ നിർത്തുകയാണ് ഈ പുസ്തകത്തിൽ പ്രശസ്ത ചിന്തകനായ എം.എൻ. വിജയൻ. ബഷീറിന്റെ രചനാലോകം എം.എൻ. വിജയനിൽ പ്രതിസ്പന്ദിക്കുമ്പോൾ വായനക്കാർക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ച എത്ര വലുതാണ്. എല്ലാ മണലാരണ്യങ്ങളും ആരോ ജപിച്ചുണർത്തിയതുപോലെ വസന്തഗാനം പാടുന്ന ഒരു കാലത്തെ ദീർഘദർശനം ചെയ്ത എഴുത്തുകാരനായിരുന്നു ബഷീർ എന്ന് ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇപ്പൊ തന്നെ നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബഷീറിനെ പറ്റി വന്ന പ്രധാനമായ 2 പഠനങ്ങൾ നമ്മൾ പഠിച്ചു. മരുഭൂമികൾ പൂക്കുമ്പോൾ, ഒന്ന് ഏകാന്ത വീതിയിലെ അവധൂതൻ. ഒരുപക്ഷെ നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യമായിരിക്കാം ഇത്. അതുകൊണ്ട് തന്നെ അത്രമേലും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് പഠിച്ചു വെക്കുക. ഉമ്മിണി വലിയ ഒരു ബഷീർ കിളിരൂർ രാധാകൃഷ്ണൻ. ഉമ്മിണി വലിയ ഒരു ബഷീർ കിളിരൂർ രാധാകൃഷ്ണൻ. ബഷീറിനെ പറ്റിയുള്ള കിളിരൂർ രാധാകൃഷ്ണന്റെ പഠനമാണ് ഉമ്മിണി വലിയ ഒരു ബഷീർ. കഴിഞ്ഞിട്ടില്ല. എം.എൻ. കാരശ്ശേരിയുടെ ബഷീർ നന്മയുടെ വെളിച്ചം. ബഷീർ നന്മയുടെ വെളിച്ചം എന്ന് ബഷീറിനെ പറ്റി പഠനം നടത്തിയത് എം.എൻ. കാരശ്ശേരിയാണ്. ഇപ്പൊ എത്രയായി? ഇപ്പൊ തന്നെ 3, 4, 5 ആയല്ലേ. കഴിഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ, ഇനിയുണ്ട് ഒരുപാട് പഠനങ്ങൾ. എന്റെ ബഷീർ കൽപ്പറ്റ നാരായണൻ. എന്റെ ബഷീർ കൽപ്പറ്റ നാരായണൻ 75-ലധികം ലേഖകരും എഴുത്തുകാരും ഒക്കെ ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു ലേഖന സമാഹാരമാണ് ബഷീർ വർത്തമാനത്തിന്റെ ഭാവി. ബഷീർ വർത്തമാനത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ഒരു കൂട്ടം ലേഖകർ എഴുതിയ ഒരു പുസ്തകമാണ്. ബഷീറിന്റെ ജീവിതത്തെയും എഴുത്തിനെയും പറ്റി A.V. പവിത്രൻ എഴുതിയിട്ടുണ്ട്. ബഷീർ എന്ന പേരിൽ തന്നെ എഴുതിയിട്ടുണ്ട്. A.V. പവിത്രൻ ബഷീർ എന്ന പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ എഴുത്തിനെയും കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മറ്റൊന്നുകൂടെ വരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ട്, യാത്രികന്റെ വൃക്ഷച്ചുവട്. ബഷീർ ജീവിതം പഠനം. യാത്രികന്റെ വൃക്ഷച്ചുവട്. മുഹമ്മദ് റാഫി NV.യുടെ ബഷീറിനെ പറ്റിയുള്ള പഠനമാണ് യാത്രികന്റെ വൃക്ഷച്ചുവട്. ബഷീറിന്റെ ജീവചരിത്രം വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയതാരാണ്? ഒരു ചോദ്യമായിക്കൂടെ. ബഷീറിന്റെ ജീവചരിത്രം വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയത് മലയത്ത് അപ്പുണ്ണിയാണ് ബഷീറിന്റെ ജീവചരിത്രം വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയത്. ബഷീറിന്റെ ജീവിതത്തെ പറ്റി പെരുമ്പടവം എഴുതിയിട്ടുണ്ട്. ബഷീറിന്റെ ആകാശങ്ങൾ എന്ന പേരിൽ ബഷീറിനെ കുറിച്ച് പഠനം നടത്തിയത് ആരാണ്? പെരുമ്പടവം ശ്രീധരനാണ് ബഷീറിന്റെ ആകാശം എന്ന പേരിൽ ബഷീറിന്റെ ജീവിതത്തെ പറ്റി പഠനം നടത്തിയത്. ബഷീറിന്റെ ഒരുപാട് കഥാസമാഹാരങ്ങൾക്ക് അവതാരിക എഴുതിയ ആളാണ് ആര്? R.E. ആഷർ. ബഷീറിന്റെ ഒരുപാട് കഥാസമാഹാരങ്ങൾക്ക് R.E. ആഷർ എന്തെഴുതിയിട്ടുണ്ട്? അവതാരിക എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അവതാരിക മാത്രമല്ല, അദ്ദേഹം ബഷീറിനെ പറ്റിയും എഴുതിയിട്ടുണ്ട്. ബഷീർ മലയാളത്തിന്റെ സർഗവിസ്മയം എന്ന് പറയുന്ന പഠനം എഴുതിയത് ആരാണ്? R.E. ആഷറാണ്. ബഷീർ മലയാളത്തിന്റെ സർഗവിസ്മയം. ഇതൊന്നും തന്നെ ആരും വിട്ടുപോകരുത്. ഇപ്പൊ തന്നെ എഴുതി വെക്കുക. എഴുതുന്നതിലും പറയുന്നതിലും ഒന്നും ഒരു മിസ്സിങ്ങും വരാതിരിക്കാനാണ് അതിന്റെ കവർ പേജ്, ആ പുസ്തകത്തിന്റെയൊക്കെ കവർ പേജ് തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ബഷീർ മലയാളത്തിന്റെ സർഗവിസ്മയം, R.E. ആഷർ, ബഷീറിന്റെ ആകാശങ്ങൾ, പെരുമ്പടവം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബഷീറിന്റെ ജീവചരിത്രം തയ്യാറാക്കിയത് മലയത്തപ്പുണ്ണി. ബഷീറിനെ പറ്റിയുള്ള പഠനങ്ങൾ അവസാനിച്ചോ? ഇല്ല. ബഷീറിനെ പറ്റിയുള്ള പഠനങ്ങൾ അവസാനിച്ചിട്ടില്ല. ബഷീർ ഇമ്മിണി വലിയ ഒന്ന് ഡോക്ടർ ഉഷാറാണി പി. ബഷീറിന്റെ പ്രസിദ്ധീകരിക്കാതെ പോയ കഥകളും കവിതകളും ഒക്കെ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച ഒരു കൃതിയുടെ പേരാണെന്ത്? ബഷീർ നിലാവ് എന്ന് പറയുന്നത് ബഷീറിന്റെ സമാഹരിക്കപ്പെടാതെ പോയ വനിതയിലും മാതൃഭൂമിയിലും മലയാള മനോരമയിലും ഒക്കെ വന്ന അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും കുറിപ്പുകളും ഒന്നും കൃത്യമായി സമാഹരിക്കപ്പെട്ടില്ല. ഇതൊക്കെ ഒന്നിച്ചു സമാഹരിച്ച ഒരു പുസ്തകത്തിന്റെ പേരാണ് ബഷീർ നിലാവ്. നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ നെറ്റ് പരീക്ഷയ്ക്കടക്കം വന്ന ചോദ്യമാണ് മലയാളത്തിൽ ഉണ്ടായ എഴുത്തുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര് എന്ന് ചോദ്യം വന്നിരുന്നു കഴിഞ്ഞ നെറ്റ് പരീക്ഷയ്ക്ക്. അതിൽ ഉൾപ്പെടാതെ പോയൊരു പുസ്തകത്തിന്റെ പേരാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. ഒരു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശപ്പ് എന്ന് പറയുന്ന കഥ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? അനൂപ് തോമസ് ആണ്. ബഷീറിന്റെ വിശപ്പ് എന്ന് പറയുന്ന കഥ ഹങ്കർ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അനൂപ് തോമസ് ആണ്. ഓർത്തു വെക്കുക. ഇത് നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരുമെന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. വിശപ്പ് എന്ന് പറയുന്ന കഥ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ ആണെന്ന് നമുക്കറിയാം. ഹങ്കർ എന്ന പേരിൽ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അനൂപ് തോമസ് ആണ് എന്ന് നമുക്ക് പലർക്കും അറിയില്ല. ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നു, നമ്മളത് പഠിച്ചു വെക്കുകയാണ്.
ഇനി നമ്മൾ ബഷീറിന്റെ കുറച്ച് ചെറുകഥാ സമാഹാരങ്ങൾ പരിചയപ്പെടുകയാണ്. അപ്പോൾ ചെറുകഥാ സമാഹാരങ്ങളെ പറ്റി പഠിക്കുമ്പോഴുള്ള കാര്യം, നമ്മൾ അതിനകത്ത് വരുന്ന കഥകളുടെ പേര് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥകൾ നിങ്ങൾ ഇങ്ങനെ ഓർഡറായിട്ട് എഴുതി വെക്കുക. ഒരു പക്ഷേ ഒരിക്കൽ പറഞ്ഞ കഥ ഒരു തവണ കൂടെ ആവർത്തിച്ചു എന്ന് വരും. അതൊക്കെ ഒന്നും ഒരു വിഷയമല്ല, അതൊക്കെ നല്ലതാണ്. വീണ്ടും വീണ്ടും പഠിക്കുന്നത്, വീണ്ടും വീണ്ടും കേൾക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ നമ്മളിവിടെ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു മനുഷ്യനും ജനപ്രിയ കഥകളും. ബഷീറിന്റെ ഒരു കഥാസമാഹാരത്തിന്റെ പേരാണ് ഒരു മനുഷ്യനും ജനപ്രിയ കഥകളും. ഒരു മനുഷ്യൻ എന്നുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്കൂൾ തലം മുതൽ നമ്മൾ പഠിച്ചു വരുന്ന ഒരു കഥയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു കഥയും മറ്റു കുറച്ച് കഥകളുമുള്ള ഒരു കഥാസമാഹാരത്തിന്റെ പേരാണ് ഒരു മനുഷ്യനും ജനപ്രിയ കഥകളും എന്നത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു കഥയാണ് തങ്കം എന്ന് പറയുന്നത്. തങ്കം എന്ന് പറയുന്ന കഥയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ കഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കറുത്തിരുണ്ട് വിരൂപിയായ നായികയെയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകനായ നായകനെയും പ്രധാന കഥാപാത്രമായി എഴുതിയ കഥയാണ് തങ്കം. അപ്പോ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു നായക സങ്കല്പത്തെ അല്ലെങ്കിൽ ഒരു നായിക സങ്കല്പത്തെ തന്നെ ആദ്യ കഥയിലൂടെ തന്നെ ബഷീർ പൊളിച്ചടുക്കുകയാണല്ലേ. ഒരു പക്ഷേ ഒരു ചോദ്യമായി ഇങ്ങനെ വന്നേക്കാം, കറുത്തിരുണ്ട് വിരൂപിയായ നായികയെയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകനായ നായകനെയും കഥാപാത്രങ്ങളായി ബഷീർ രചിച്ച കൃതിയാണ് ഇന്നത് എന്ന് വന്നൊരു ചോദ്യം വന്നാലേ അതിന്റെ ഉത്തരം തങ്കമാണ്. ബഷീറിന്റെ മറ്റൊരു കഥാസമാഹാരത്തിന്റെ പേരാണ് ആദ്യത്തെ ചുംബനം. ബഷീറിന്റെ മറ്റൊരു കഥാസമാഹാരത്തിന്റെ പേരാണ് ആദ്യത്തെ ചുംബനം. ബഷീർ എന്ന് ചേർക്കാതെ ആദ്യത്തെ ചുംബനം ആരുടെ കഥാസമാഹാരമാണെന്ന് ചോദിച്ചാലും ഒരു പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും അല്ലെ. ഒരു പക്ഷേ നമുക്ക് ആ പരീക്ഷയുടെ സമയത്ത് ബഷീറിൻ്റെതാണോ അല്ല മറ്റതുപോലെയുള്ള ഒരു 4 ഓപ്ഷനും കൂടെ തന്നാൽ ഒരു പക്ഷേ നമുക്കത് ഡൗട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി ഡൗട്ട് വേണ്ട, ബഷീറിന്റെ പ്രണയ കഥകളുടെ ഒരു സമാഹാരമാണ് ആദ്യത്തെ ചുംബനം. ബഷീറിന്റെ ആദ്യത്തെ ചുംബനം എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്നും തിരഞ്ഞെടുത്ത 14 പ്രണയ കഥകളുടെ സമാഹാരമാണ്. തങ്കം, അനർഘ നിമിഷം, ഏകാന്തതയുടെ മഹാതീരം, പ്രേമത്തിന്റെ രൂപം തുടങ്ങിയ കഥകൾ പ്രണയത്തിന്റെ സരസവും മനോഹരവുമായ ലോകത്തിന്റെ വൈവിധ്യങ്ങളെ വരച്ചു കാട്ടുന്നു. യുവ നിരൂപകനും അധ്യാപകനുമായ ഡോക്ടർ നിബുലാൽ വെട്ടൂരാണ് ഈ കഥകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതിനകത്ത് അകത്തു വരുന്ന കഥകളാണ്. അപ്പൊ ഒരുപക്ഷെ തങ്കം, അനർഘ നിമിഷം, ഏകാന്തതയുടെ മഹാതീരം, പ്രേമത്തിന്റെ രൂപം എന്ന് പറയുന്ന ഈ 4 കഥകൾ നിങ്ങൾ ബഷീറിൻ്റെതാണെന്ന് ഓർക്കുക. അപ്പോ ഇതിൽ നിന്ന് മുമ്പിലത്തെ സ്ലൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ബഷീർ ഒരുപാട് പ്രണയ കഥകൾ രചിച്ചിട്ടുണ്ട്. പക്ഷെ പ്രണയ കഥകൾ മാത്രം രചിച്ച് അതിൽ ഒതുക്കിയിടാൻ പറ്റുന്ന ഒരാളാണോ ബഷീർ? ഒരിക്കലുമല്ല അല്ലെ. അത് അടുത്ത കഥാസമാഹാരത്തിലേക്ക് പോകാം. ബഷീറിന്റെ സ്വാതന്ത്ര്യ സമരകാലത്തെ കഥകളാണ്. ബഷീറിന്റെ സ്വാതന്ത്ര്യ സമരകാലത്തെ കഥകളാണ്. ബഷീറിന്റെ സ്വാതന്ത്ര്യ സമരവും ബഷീർ എഴുതിയ കാലഘട്ടത്തിലേക്ക് കൂടിയൊക്കെ നമുക്ക് ഇനിയും പോകാനുണ്ട്. നമ്മൾ ഒരുപക്ഷെ ചിലപ്പോൾ അത് അടുത്ത ക്ലാസ്സിലായിരിക്കും പോകുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും ബഷീറിന്റെ ഒരുപാട് കഥകൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഏതൊക്കെയാണ് ആ കഥകൾ? ജന്മദിനം, ടൈഗർ, ഒരു ജയിൽ പുള്ളിയുടെ ചിത്രം, അമ്മ, പോലീസുകാരന്റെ മകൾ, കൈവിലങ്ങ്, ഒരു മനുഷ്യൻ, ഇടിയൻ പണിക്കർ, ഒരു പഴയ കൊച്ചു ഗ്രാമം, മതിലുകൾ, കമ്മ്യൂണിസ്റ്റ് ഡേൻ, വത്സരാജൻ, എന്റെ വലത് കൈ പ്രതിമ. ഇത്രയും കഥകളുടെ സമാഹാരമാണ് ബഷീറിന്റെ സ്വാതന്ത്ര്യ സമര കഥകൾ എന്ന് പറയുന്നത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ എഴുത്തുകാരിൽ പ്രധാനി തന്നെയാണ് ബഷീർ. എന്താണ്, സ്വാതന്ത്ര്യ സമര സേനാനിയായി തന്നെ നമുക്ക് ബഷീറിനെ കണക്കാക്കാം. കാരണം അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കാളിയായിട്ടുണ്ട് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഈ കഥകൾ നിങ്ങൾ കൃത്യമായി എഴുതിയെടുക്കുക. കൃത്യമായി നിങ്ങൾക്ക് ഈ കഥകൾ കാണാം, അത് നിങ്ങൾ കൃത്യമായി തന്നെ എഴുതിയെടുക്കുക. ദേശീയ പ്രസ്ഥാനത്തിന്റെ സന്ദേശവും സ്വാതന്ത്ര്യ സമരാവേശവും അലതല്ലുന്ന കാലം. ബ്രിട്ടീഷ് മേൽക്കോയ്മ പോലീസിന്റെ തേർവാഴ്ചയിൽ കൂടി പുലർന്നു പോകുന്ന സന്ദർഭം. ലോകമഹായുദ്ധത്തിന്റെ ഭീകരാന്തരീക്ഷം. പട്ടിണി, തൊഴിലില്ലായ്മ, കരിഞ്ചന്ത, ചൂഷണം, അങ്ങനെ സാധാരണ മനുഷ്യന് ജീവിതം ദുർവഹമാകുന്ന ദുരിതാന്തരീക്ഷം. രാഷ്ട്രീയ രംഗത്ത് അവ സരസസേവകരുടെയും സ്വാർത്ഥ താല്പര്യക്കാരുടെയും കൂടകേളികൾ. ഈ സാഹചര്യങ്ങളിലാണ് ബഷീറിന്റെ കഥകളുടെ വേരുകൾ. സ്വാതന്ത്ര്യ സമരത്തിന്റെ അനുഭവങ്ങളെ ആസ്പദമാക്കി രചിക്കപ്പെട്ടവയാണ് ബഷീറിന്റെ ആദ്യകാല കഥകൾ. അമ്മ, ഭാരതമാത, പോലീസുകാരന്റെ മകൾ, കൈവിലങ്ങുകൾ, ജയിൽ പുള്ളിയുടെ ചിത്രം തുടങ്ങിയ കഥകൾ ഉദാഹരണങ്ങളാണ്. അപ്പോ നമ്മൾ ബഷീറിനെ പറ്റി നോക്കി, ബഷീറിനെ പറ്റിയുള്ള പഠനങ്ങൾ നോക്കി, ബഷീറിന്റെ കുറച്ച് കഥാസമാഹാരങ്ങൾ നോക്കി. ഇനി ബഷീറിനെ പറ്റി നമ്മൾ കുറച്ച് കാര്യമായിട്ട് തന്നെ പഠിക്കാൻ പോവുകയാണ് അല്ലെ. ബഷീറിന്റെ കഥകളുടെ സ്വഭാവം എന്തായിരുന്നു? ബഷീർ ഏത് കാലത്താണ് എഴുതി തുടങ്ങിയത്? അല്ലെങ്കിൽ ബഷീർ എഴുതി തുടങ്ങുന്ന കാലത്തെ സാമൂഹിക അന്തരീക്ഷം എന്തായിരുന്നു? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഗാഢമായിട്ട് നോക്കാൻ പോവുകയാണ്. നമ്മൾ തകഴിയെയും കേശവദേവിനെയും പൊൻകുന്നവർക്കിയെയും ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ ഏത് കാലഘട്ടത്തിലെ കഥകളെ പറ്റിയാണ് പഠിക്കുന്നത്.
ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു അല്ലെ? ആ കാലഘട്ടത്തിലെ പ്രത്യേകത തന്നെയാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. അത് ചെറുകഥ ഇന്നലെ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത വിവരങ്ങളാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ബഷീർ തന്റെ കഥകൾക്ക് തുടക്കമിടുന്നത്. സ്വാതന്ത്ര്യ സമര ജീവിതത്തിലെ അനുഭവങ്ങളെ ആസ്പദമാക്കി രചിക്കപ്പെട്ട ഒരുപാട് കഥകൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു. ഇത്തവണ ഇതാ കുറച്ചുകൂടെ കഥകൾ നമുക്ക് വന്നിട്ടുണ്ട്. അമ്മ, ഭാരതമാത, പോലീസുകാരന്റെ മകൾ, കൈവിലങ്ങുകൾ, ജയിൽ പുള്ളിയുടെ ചിത്രം. അപ്പൊ ആ കഥകളുടെ കൂട്ടത്തിൽ ഈ ഒരു കഥകളോട് ചേർത്ത് നിങ്ങൾ ആ ഒരു കാര്യം പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ ഒരുപാട് കഥകളെ പറ്റി നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. സർക്കാരിനോടും പോലീസിനോടും ജയിൽ പുള്ളികൾക്കുള്ള മനോഭാവത്തെ ഏറ്റവും കലാപരമായി ആവിഷ്കരിക്കുന്ന ശക്തിമത്തായ ഒരു കഥയാണ് ടൈഗർ. ഇൻസ്പെക്ടറുടെ വാത്സല്യഭാജനമായി അദ്ദേഹത്തെ പോലെ തന്നെ ജയിൽ പുള്ളികൾക്കുള്ള ആഹാരത്തിൽ നിന്ന് പങ്കുപറ്റി സ്റ്റേഷനിൽ കഴിഞ്ഞുകൂടുന്ന ഒരു നായയാണ് ടൈഗർ. അപ്പൊ നമ്മൾ ഇവിടെ പ്രധാനമായി നോക്കേണ്ടത് ബഷീറിന്റെ നായ കഥാപാത്രമായി വരുന്ന ചെറുകഥയാണ് ടൈഗർ. മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക. നായ കഥാപാത്രമായി വരുന്ന നോവലുകൾ മാത്രം ഉൾപ്പെടുന്ന ഗണം, അതല്ലെങ്കിൽ നായ കഥാപാത്രമായി വരുന്ന കഥകൾ മാത്രം ഉൾപ്പെടുന്ന ഗണം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിലിപ്പോ ഇവിടെ ഒരു ചോദ്യം നമ്മൾ പഠിച്ചു. ബഷീറിന്റെ നായ കഥാപാത്രമായി എത്തുന്ന ചെറുകഥയാണ് നിങ്ങൾ ഓർക്കണം, നോവലല്ല, ചെറുകഥയാണ് ടൈഗർ. നായ കഥാപാത്രമായി എത്തുന്ന തകഴിയുടെ കഥയാണ് നമുക്കെല്ലാം അറിയാം, നമ്മൾ പഠിച്ച വെള്ളപ്പൊക്കത്തിൽ. നായ കഥാപാത്രമായി എത്തുന്ന ടി പത്മനാഭന്റെ കഥയാണ് ശേക്കൂട്ടി. നായ കഥാപാത്രമായി എത്തുന്ന MP നാരായണ പിള്ളയുടെ നോവലാണ് പരിണാമം. ഇവിടെയാണ് കൺഫ്യൂഷൻ. ഇനി ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. നായ കഥാപാത്രമായി എത്തുന്ന നോവലാണ് പരിണാമം, അത് കഥയല്ല. അടുത്ത പരീക്ഷയ്ക്ക് പരിണാമം എന്ന് കണ്ടാൽ, MP നാരായണ പിള്ളയുടെ പരിണാമം എന്ന് കണ്ടാൽ ചാടിക്കേറി നമ്മൾ ഇതിലേക്ക് പോവില്ല, ചെറുകഥയിലേക്ക് പോവില്ല. കാരണം പരിണാമം എന്നത് നായ കഥാപാത്രമായി എത്തുന്നു എന്നത് കൃത്യകാര്യം തന്നെയാണ്. പക്ഷെ അത് നോവലാണ്, ചെറുകഥയല്ല. കഥകൾ ഏതൊക്കെയാണ്? കഥകൾ ബഷീറിന്റെ ടൈഗർ, പിന്നെ തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ, ടി പത്മനാഭന്റെ ശേകൂട്ടി. ഇനി നമ്മൾ ഇവിടെ വിട്ടുപോയിട്ടുള്ള കഥകൾ, നായ കഥാപാത്രമായി എത്തുന്ന ഏതെങ്കിലും കഥ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നായ കഥാപാത്രമായി എത്തുന്ന നോവൽ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ എല്ലാ സ്ലൈഡിലും ബഷീറിന്റെ കുറച്ച് കഥകളെ പരിചയപ്പെടാറുണ്ട്. ഈ ഒരു സ്ലൈഡിലും കുറച്ച് കഥയുണ്ട്. ഒരുപക്ഷെ ഈ കഥകൾ ഇനി മുമ്പ് വന്നിട്ടുണ്ടാവും, എങ്കിലും നിങ്ങൾ നോക്കുക. വിഡ്ഢികളുടെ സ്വർഗം, പാവപ്പെട്ടവരുടെ വേശ്യ, കള്ളനോട്ട്, ശശിനാസ്, ആദ്യത്തെ ചുംബനം, ഒരു പഴയ കൊച്ചു പ്രേമ കഥ. ഇത്രയും കഥകളുടെ നിങ്ങളുടെ ലിസ്റ്റിലേക്ക് ഒന്ന് കയറ്റുക. അപ്പൊ വളരെ കുറച്ച് കാര്യങ്ങളൊന്നും അല്ല ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. നമ്മൾ ബഷീറിനെ പറ്റിയുള്ള ഒരുപാട് പഠനങ്ങളെ പറ്റിയും ബഷീറിന്റെ തന്നെ ഒരുപാട് കൃതികളെ പറ്റിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ബഷീറിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളുമായി മറ്റു കഥകളെ പറ്റിയും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ പറ്റിയും ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇനിയും ചർച്ച ചെയ്യും. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സൗജന്യ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഫീസ് മാത്രം ഈടാക്കിക്കൊണ്ട് നമുക്കൊരു പ്രീമിയം വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് സൗജന്യ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മുടെ താഴെ ലിങ്ക് വഴി നിങ്ങൾക്ക് കയറാവുന്നതാണ്. അതിൽ കയറി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് എടുക്കാം. പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ നോട്ടുകളും ഇടയ്ക്കൊക്കെ ലൈവ് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മളെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ്സ് ആയിട്ട് നമ്മളെ അറിയിക്കുക. അതും നമ്മൾ തിരുത്തുന്നതാണ്. അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പരീക്ഷകളിലൊക്കെ വിജയം മാത്രം ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.